ഏപ്രൺ കിട്ടും. അപ്പൊ പാചകത്തിന്റെ ഒന്നാം ഘട്ടത്തിലേക്ക് നമ്മൾ കേറി അല്ലേ? കേറിയോ? കേറി. അപ്പൊ പാചകത്തിന് നമ്മള് എന്ത് വേണം? ഏപ്രൺ കെട്ടണം. നമ്മള് കൈ തുടച്ച ടവല്. ഈ ഏപ്രണിന് എപ്പോഴും എന്തുണ്ട്? ഒരു പോക്കറ്റ് ഉണ്ട്. ആ പോക്കറ്റ് എന്തിനാന്നറിയുമോ? നമുക്കിതൊക്കെ ഇങ്ങനെ വെക്കാനും ഒക്കെയാണ്. നമുക്ക് പിന്നെ കൈ തുടയ്ക്കണമെങ്കിൽ എന്ത് തുടയ്ക്കാം? ഈ ടവലെ തുടയ്ക്കാം. എന്നിട്ട് ഈ ടവൽ എന്ത് വേണം? ഓരോ ദിവസവും വൃത്തിയായിട്ട് കഴുകി ഇടണം. നല്ല സോപ്പ് വെള്ളത്തിൽ കഴുകി നീറ്റാക്കി ഉണക്കി ഇടണം. അപ്പൊ ഒരു ടവല് മതിയോ? ഇല്ല. കിച്ചണിലേക്ക് ഒരു 3 ടവല് ഉണ്ടെങ്കിൽ നമുക്കത് മാറി മാറി ഉപയോഗിക്കാൻ പറ്റും. ഇത്രയും ബേസിക് കാര്യങ്ങൾ കിട്ടിയോ? അപ്പൊ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട്? എന്താ? ഉപ്പാണ് അടുക്കളയില് അല്ലേ? പിന്നെ നമ്മൾ പാചകം ചെയ്യുന്നതിന് മുന്നേ കൈ എന്ത് വേണം? സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യണം. നന്നായിട്ട് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടിയത്? ടവലേല് നമ്മൾ നല്ല ക്ലീൻ ടവലേല് തുടയ്ക്കണം. പിന്നെന്താ? ഏപ്രൺ കെട്ടണം. ഏപ്രൺ കെട്ടണം അല്ലേ? ഏപ്രൺ കെട്ടി. പിന്നെ ഈ ടേബിളിലേക്ക് നമുക്ക് ഇന്നത്തെ പാചകത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെക്കണം. ഇൻഗ്രീഡിയൻസ് അതിന് വേണ്ട എല്ലാത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അല്ലേ? എന്താ? ഇതൊരു ഒരു ഫ്രൂട്ടായല്ലേ? ഈ ഫ്രൂട്ട് നമുക്ക് ഇതിന്റെ ഒരു ജ്യൂസ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. തണ്ണിമത്തന്റെ ഒരു ജ്യൂസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഒന്ന്. പിന്നത്തെ നമ്മള് അവലെന്ന് പറയും. അവല് കേട്ടിട്ടുണ്ടോ? അവൻ എന്താന്നറിയാമോ? ഫ്ലാറ്റൻഡ് റൈസ് എന്ന് പറയും. നമ്മുടെ ചോറിനൊന്നും അരിയില്ലേ? അരി ഇടിച്ച ശരിയാക്കി എടുത്തിരിക്കുന്നതിനാണ് ഈ അവലെന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണ് നമ്മൾ കഴിക്കുന്നത്. ഈ അവൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്ന. നമ്മൾ അവല് തേങ്ങ ശർക്കര ഇട്ടിട്ട് നനച്ചിട്ട് അവല് നനച്ചത് കഴിക്കത്തില്ലേ? അപ്പൊ ഈ അവല് ഇതിനെ ഫ്ലാറ്റൻഡ് റൈസ് എന്ന് പറയും. ഇത് നമ്മള് ചൂടാക്കിയാണ് ഇന്ന് കഴിക്കുന്നത്. ഈ അവലിന്റെ ഒരു ബോള് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കഴിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാന്ന് നോക്കിയാ? അവൽ എടുത്ത് വെച്ചിട്ടുണ്ട്, നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെള്ള എള്ള എന്ന് പറയും. എള്ള. അതിന്റെ കൂടെ നമ്മൾ എന്താ ചെയ്ത് വെച്ചേക്കുന്നത്? ഇതാണ് ഡേറ്റ്സ്, ഈന്തപ്പഴം. അപ്പൊ എന്താ ഇതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്? ഈന്തപ്പഴം വേണം, അവല് വേണം, നെയ്യ് വേണം, ഏലക്ക വേണം, എള്ള. ഇത്രയും. ഈ ഡേറ്റ്സ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇപ്പൊ അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് മിസ് റെഡിയാക്കിയിട്ടിട്ട് അത് ചെറുതായിട്ട് കുറച്ച് പാലൊഴിച്ച് വെക്കും. എന്താ ഒഴിക്കുന്നത്? പാലിനകത്ത് എന്ത് ചെയ്യും? സോക്ക് ചെയ്ത് വെക്കും. ഇതെന്താ പറയുന്നേ? പാലിനകത്ത് നമ്മള് സോക്ക് ചെയ്യാൻ വെക്കും. എന്താ? അതൊന്ന് സോഫ്റ്റ് ആയി വരാനായിട്ട്, കട്ടിയൊക്കെ ഒന്ന് കുറഞ്ഞു വരാനായിട്ട് നമ്മൾ എന്തോ ഒഴിച്ചു വെച്ചു? പാൽ ഒഴിച്ചു വെച്ചു. അത്ര മനസ്സിലായോ? മനസ്സിലായി അല്ലേ? അപ്പൊ നമ്മൾ അവലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ? ഈ അവല് കൊണ്ടുപോയി ഒന്ന് ചൂടാക്കും. നെയ്യ് ഇച്ചിരി ഒഴിച്ച് ഒന്ന് ചൂടാക്കി കൊണ്ടുവരും. അത് ചെയ്യട്ടെ മിസ്സാൽ? ഓക്കെ. പിന്നെ അതുപോലെ നമുക്ക് പാചകത്തിന് എപ്പോഴും ഉണ്ടല്ലോ, നമുക്ക് അളവ് വലിയ പ്രാധാന്യമാണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അളവിന്റെ കപ്പുകളുണ്ട്. ഇത് കണ്ടോ? ഇത് വലിയ കപ്പ്, അതിനേക്കാൾ ചെറിയ കപ്പ്, അതിനേക്കാൾ ചെറിയ കപ്പ്, ഇങ്ങനെ അളവിലുള്ള കപ്പുകൾ നമുക്കുണ്ട്. ഈ കപ്പിന് അളന്നാണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. അളവ് എപ്പോഴും പ്രധാനമാണ്. അളവ് പ്രധാനമല്ലേ? നമ്മള് ആദ്യമേ എന്താണ്? ഈ അവലെല്ലാം കൂടെ നമ്മൾ കൊണ്ടുപോയി ഒന്ന് ചൂടാക്കി കൊണ്ടുവരാം. ഓക്കെ. ചൂടോടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പൊടിക്കും. ചൂടുണ്ട്, ആ ചൂടോടെ പൊടിക്കും. അപ്പൊ നിങ്ങളെ അതിനകത്ത് കൈ എടുത്താൽ കൊള്ളുകയല്ലേ? ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് ശീലമുള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ചൂടാക്കിയിട്ടാണ് നമ്മൾ അവല് എന്ത് ചെയ്യുന്നത്? ഒന്ന് പൊടിച്ചെടുക്കും. അതിങ്ങനെ അവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്, ഈ പാല് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തു, മിക്സിക്കകത്ത് അരച്ചെടുക്കും അല്ലേ? എന്നിട്ട് നമ്മൾ കൈകൊണ്ട് പൊടിച്ച
അവൻ ഇവിടെ ഇരിപ്പില്ലേ, അത് ഒന്നുകൂടെ ഒന്ന് പൊടിച്ച്, നല്ല ചൂടായിരുന്നോണ്ട് മിസ് അന്നേരം ഒന്ന് പൊടിക്കാൻ ഇച്ചിരി ഒന്ന് മടിച്ചു അല്ലേ. അപ്പൊ നല്ലതായിട്ട് പൊടിച്ചിട്ട് മിസ് അതും കൂടെ ചേർത്ത് പൊടിക്കും. കണ്ട അതിന്റെ ഇത് നോക്കിയാ കണ്ട പൊടിഞ്ഞു വരുന്നത് കണ്ടോ അവര്. ഇങ്ങനെ പൊടിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കിയത്. നെയ്ക്കകത്ത് ചൂടാക്കിയത് എന്തിനാ? ഇങ്ങനെ പൊടിഞ്ഞു വരാൻ. അല്ലെ പൊടിഞ്ഞു വരുമോ? ഇല്ല. അവന് പൊടിഞ്ഞു വരാൻ വേണ്ടിയിട്ട് കണ്ട നല്ല പൊടിയായിട്ട് കിട്ടുന്നുണ്ടോ. അതിലേക്ക് നമ്മൾ ഈ ഈന്തപ്പഴത്തിന്റെ കൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. ഈന്തപ്പഴം പാലും കൂടെ ഒന്നിച്ചെടുത്ത് വെച്ചില്ലേ, അത് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. എന്നിട്ട് മിക്സ് ചെയ്തു. അത് അവലിന്റെ അകത്ത് മിക്സ് ചെയ്തു. കേട്ടോ ധ്യാൻ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയുമോ? ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ ചൂടാക്കിയില്ലേ, തേങ്ങയുടെ പീര, അരമുറി തേങ്ങയുടെ പീര ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതും ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യും. തേങ്ങാപ്പീര ചൂടാക്കിയത് ഇതിനകത്തൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. ഓക്കെ. അപ്പൊ അതിനകത്ത് എന്ത് ചേർക്കണമെന്ന് അറിയാമോ? നമുക്ക് സ്പൈസസ് ചേർക്കണം. കുറച്ച് ഏലക്കായും കൂടെ ചേർക്കണം. തേങ്ങ അത് ക്രഷ് ചെയ്യുന്നതിനകത്ത് നമ്മൾ എന്ത് കൊടുക്കും? ഏലക്കായും കൂടി ഇട്ട് ക്രഷ് ചെയ്യും. ഓക്കെ. ഏലക്ക, കാർഡമം, അത് പൊടിക്കും ചെറുതായിട്ടൊന്ന് പൊടിച്ചത്. അതോ ഏലക്കായ്ക്ക് ഇംഗ്ലീഷ് പറയുന്ന പേരാണോ ചോദിച്ചത്? ഏതാ ചോദിച്ചേ? ഏലക്കായുടെ കാർഡമം. ഏലക്കായ്ക്ക് പറയുന്നത് കാർഡമം. കാർഡമം പൊടിച്ചെടുക്കുക. ക്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ പൊടിച്ചെടുക്കുക. കേട്ടോ? പൊടിച്ചെടുക്കട്ടെ. ഓക്കെ. തേങ്ങാപ്പീര ചെറുതായിട്ട് ചൂടാക്കി ഏലക്കായ ഇട്ട് പൊടിച്ചതാ. ചെറുതായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കും അല്ലേ. ഇതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? കുറച്ച് എന്താ ചേർക്കുന്നത്? ഉപ്പ് ചേർക്കും. എല്ലാ പാചകത്തിനും നമ്മൾ എന്താ ചേർക്കുന്നത്? ഉപ്പ് അല്ലേ. ഉപ്പ് നമ്മൾ ചേർക്കും. കണ്ടോ? ഇത് ലേശം ഉപ്പെടുത്ത് ചേർക്കുന്നു. എന്നിട്ട് ഇത് എന്താ നമ്മൾ ചെയ്യുന്നത്? എല്ലാം കൂടെ നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്യും. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയുമോ? കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കും. എന്തിനാന്നറിയുമോ? നെയ്യുടെ ഒരു ടേസ്റ്റ് വരണ്ടേ അല്ലേ? അതിന് വേണ്ടിട്ട് നമ്മള് ചെറിയൊരളവില് എന്താ ചേർക്കും? നെയ്യൂടെ ചേർത്ത് കൊടുക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ അതേന്ന് ഒരു പോർഷൻ എടുത്ത് കയ്യിൽ വെച്ച് എന്ത് ചെയ്യും? നല്ല ബോളാക്കി എടുക്കും. ഉണ്ടോ? ചെറിയ ചെറിയ ബോളാക്കി എടുക്കും. മനസ്സിലായോ? എന്നിട്ടിത് നിങ്ങൾക്ക് കഴിക്കാൻ തരാം. ഓക്കെ. അതുവരെ അടങ്ങിയിരിക്കണേ. മിസ്സുമാര് വന്ന് ബോളാക്കും അല്ലേ? അതോ ജ്യൂസ് ഉണ്ടാക്കാൻ പോവുക അല്ലേ? അപ്പൊ നമ്മള് തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിട്ട് അതിനുള്ള ഇൻഗ്രീഡിയൻസ് പറയുക. ജ്യൂസിന് സാധാരണ അതിന്റെ മെയിൻ ആയിട്ടുള്ള തണ്ണിമത്തൻ വേണം,
പിന്നെന്താ വേണം? വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കും. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ജ്യൂസിന് വേണ്ടി ഒരു കാര്യമാണ് എന്ത്? ഇഞ്ചി. അതായത് ഇഞ്ചി, ജിഞ്ചർ. ഹലോ, ജിഞ്ചർ, ഇഞ്ചി. ഇഞ്ചി വേണം. പിന്നെ നമ്മള് ഈ തണ്ണിമത്തങ്ങയ്ക്ക് വലിയ പുളിയൊന്നുമില്ല. അതുകൊണ്ട് എന്താ, ഒരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? നാരങ്ങയുടെ നീര്. അപ്പൊ എന്തൊക്കെയാ? ഇഞ്ചിയുണ്ട്, നാരങ്ങയുണ്ട്, പഞ്ചസാര ചെറുതായിട്ട് ചേർത്ത് കൊടുക്കും. ജ്യൂസിന് മധുരം വേണ്ടേ? ഹലോ, നമ്മുടെ ജ്യൂസിന് നമുക്ക് മധുരം വേണ്ടേ? ഞാൻ കൈ കൊട്ടുമ്പോ ഇങ്ങോട്ട് നോക്കണേ. നമ്മള് ജ്യൂസിന് എന്താ വേണ്ടിയേ? മധുരം. അപ്പൊ അതിന് പഞ്ചസാര. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? പുതിനയുടെ ഇല. ഇതെന്താ? പുതിന ഇല. മിന്റ് എന്ന് പറയും. മിന്റ്. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് ഇതിന്? മിന്റ്. മിന്റിന് ഒരു നല്ല സ്മെല്ലുണ്ട്, അറിയാം. സ്മെല്ലും നല്ല ടേസ്റ്റും ഉള്ള ഒരു ഇതാണ്, ഒരു സ്പൈസസാ. അതായത് ഒരു സുഗന്ധ വ്യഞ്ജനമാണ്. എന്താ, ഒരു ഇലയാണ് അതിനകത്ത്, അല്ലേ? അതിലുള്ളതാണ് എന്താ? മിന്റിന്റെ മണം നിങ്ങൾക്ക് അറിയാവോ? മിന്റിന്റെ മണം അറിയാം, അല്ലെങ്കിൽ മിന്റിന്റെ മണം തരാം. മിന്റിന്റെ മണം തരാം എല്ലാവർക്കും. തണ്ണിമത്തങ്ങയാ കണ്ടതല്ലേ? അത് നമ്മൾ കട്ട് ചെയ്ത് അതിന്റെ പുറത്തെ തൊലിയൊക്കെ മാറ്റിയിട്ട്, അല്ലേ? പുറത്തെ ആ കട്ടിയുള്ള തൊലി നമ്മൾ കഴിക്കത്തില്ല. അത് മാറ്റിയിട്ട് അകത്തെ ഭാഗമായി എടുക്കുന്നത് കണ്ടോ? ഇങ്ങനെയുള്ള ഇത് എടുത്തിട്ട് ഇതെന്തിലേക്ക് ഇട്ടു? മിക്സിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യും? ഇതെന്ന് മിക്സിക്കകത്ത് അരച്ച് വരും. ഓക്കെ, അരച്ച് വരട്ടെ. ഒന്ന് ശ്രദ്ധിച്ചു കണ്ടോ? നമ്മള് ഈ തണ്ണിമത്തനെല്ലാം കഷ്ണങ്ങളാക്കി എന്തിലിട്ടു? മിക്സിയുടെ ജാറിലിട്ടു. അതിന്റെ കൂടെ ചേർക്കുന്നതാണ് ഇഞ്ചി. എന്താ ചേർക്കുന്നത്? ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നു. ഇഞ്ചി എന്തിനാ? നമുക്ക് ഇഞ്ചി നല്ല ഒരു ഫ്ലേവർ, നല്ല ഒരു രുചി വരുത്താനായിട്ട്. അതിനെന്താ? എരിവുള്ളതാണ്, അല്ലേ? നമ്മളുടെ ഇതിന് എരിവും കൂടെ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുന്നത്? ചെറിയൊരളവില് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര. നമ്മളതുപോലെ എല്ലാത്തിനും എന്ത് ചേർക്കും? ഉപ്പ് ചേർക്കും, അല്ലേ? ഉപ്പ് ചേർക്കുവോ? ആ, മധുരമുള്ള ജ്യൂസിന് എന്ത് ചെയ്യും? നമ്മള് ഉപ്പ് ചേർക്കും. അപ്പൊ എന്താ? ആദ്യം ഉപ്പ് ചേർക്കുന്നു. ചെറിയൊരളവില് ഉപ്പ് ചേർക്കും. ഇനി എന്താ ചേർക്കുന്നതെന്ന് അറിയുമോ? നമ്മള് പഞ്ചസാര ചേർക്കാൻ പോവുകയാണേ. നമ്മള് ഇതിനകത്തേക്ക് പഞ്ചസാരയും കൂടെ ചേർത്താണ് നമ്മളത് മിക്സിയിൽ അടിക്കുന്നത്. ഈ കപ്പിന് എത്ര കപ്പാ? 3 കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്തു. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ മിക്സിക്കകത്ത് അരച്ച് കൊണ്ടുവരും. ഓക്കെ, അരച്ചിട്ട് കൊണ്ടുവരട്ടെ. നമ്മള് ലാസ്റ്റ് ഇതിലേക്ക് വരിക, അല്ലേ? നമ്മുടെ ജ്യൂസ് എല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുവന്നു. ജിഞ്ചറും പഞ്ചസാരയും എല്ലാം മിക്സ് ചെയ്തു. ഇനി നമ്മൾ അതിന്റെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? പുതിനയുടെ ഇല. പുതിന നിങ്ങൾ മണപ്പിച്ചില്ലേ? നല്ല മണമല്ലേ? ആ പുതിനയുടെ ഇല ദണ്ടിങ്ങനെ ചെറുതായിട്ട് ഒന്ന് മുറിച്ച് ഇടും. അതിനകത്തേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കും. ഇപ്പൊ എന്താ ചേർക്കുന്നത്? ഒരു അരമുറി നാരങ്ങയുടെ നീര് നമ്മൾ ചേർക്കുന്നു. നമ്മള് അടിച്ചു കൊണ്ടുവന്ന ജ്യൂസ് അതിനകത്തേക്ക് ഒഴിക്കുക. ജ്യൂസിനുള്ള വെള്ളം ചേർക്കുക.
നമ്മൾ ചേർത്തു? ഇപ്പൊ എന്താ ചേർക്കുന്നേ? നാരങ്ങയുടെ നീര് അല്ലേ? അവിടെ പോയി ഇരുന്നേ, എല്ലാരും അവിടെ പോയി ഇരുന്നേ, മക്കൾ അവിടെ പോയി ഇരുന്നേ. ഒരു നാരങ്ങയുടെ നീര് നമ്മൾ എന്ത് വേണം? ചേർക്കണം. ഇതെന്താ ഇങ്ങനെ മിക്സ് ചെയ്യണം. ഉണ്ടോ? ഇങ്ങനെയാണ് എന്താ തണ്ണിമത്തങ്ങയുടെ ജ്യൂസ്. മനസ്സിലായോ അല്ലേ? നമ്മളെന്താ ചേർക്കുന്നത്? പുതിനയില കുറച്ചുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. എന്താ പറഞ്ഞേ? വെള്ള എള്ള് ചേർത്ത് എടുക്കും അല്ലേ? ചെറിയതായിട്ടൊന്ന് വെള്ള എള്ളിനകത്ത് ഈ ബോള് ഉരുട്ടിയെടുക്കും. ഇങ്ങനെ ഈ ബോൾ ഓരോന്നും എന്തിനാ? ഈ എള്ളിനകത്തൊന്ന് ഉരുട്ടിയെടുക്കും. വേണമെങ്കിൽ ചെയ്താ മതി കേട്ടോ. വേണമെങ്കിൽ മാത്രം എള്ളിനകത്ത് ഉരുട്ടിയാൽ മതി, ഇല്ലെങ്കിൽ അല്ലാതെ നമുക്ക് കഴിക്കാം കേട്ടോ. ഇപ്പൊ തരും ജ്യൂസും തരും, നിങ്ങൾക്കിതും തരും. എന്താണ് ഇതിന്റെ പേര്? അവൽ ഡേറ്റ്സ് ബോൾ. അവൽ ഡേറ്റ്സ് ബോൾ. മനസ്സിലായല്ലോ? അപ്പൊ മിസ്സുമാർ ഇപ്പൊ നിങ്ങൾക്ക് കഴിക്കാൻ തരും കേട്ടോ.